ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യോശുവ 1-ാം അധ്യായം 1 മുതൽ 9 വരെ. വേദപുസ്തക ചരിത്രത്തിൽ രൂത്തിന്റെ പുസ്തകം ഒഴികെ യോശുവയുടെ പുസ്തകം മുതൽ 2 രാജാക്കന്മാർ വരെയുള്ള പുസ്തകങ്ങളെ മുൻകാല പ്രവാചകർ എന്നാണ് യഹൂദ പാരമ്പര്യം വിശേഷിപ്പിക്കുന്നത്. യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആവർത്തന കാഴ്ചപ്പാടിലുള്ള പ്രഭാഷണങ്ങളും വിവരണങ്ങളും കൊണ്ടാണ്. മോശയുടെ മരണശേഷം യോശുവയ്ക്ക് ദൈവം നൽകുന്ന നിയോഗവും ഉറപ്പും അതോടൊപ്പം ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തവും ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മോശയുടെ മരണശേഷം എന്ന പ്രയോഗം ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി 2 ധ്യാന ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായി, തിരഞ്ഞെടുക്കുന്ന ദൈവം. അചഞ്ചലമായ വിശ്വാസത്തോടും ഉറപ്പോടും യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ ജനത്തെ നയിക്കുന്നതിനുള്ള നിയോഗം യോശുവയ്ക്ക് ലഭിക്കുന്നു. ഇതുപോലെ നിയോഗം ലഭിച്ച അനേകരെ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം, ശമൂവേൽ, ദാവീദ് മുതലായവർ ഇതിന് ഉദാഹരണങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പലപ്പോഴും മാനുഷിക ബുദ്ധിയെ മറികടക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പും ഓരോ ദൈവിക പദ്ധതിയാണ്. അതിന് പിന്നിൽ വലിയ ദൈവിക ഉദ്ദേശമുണ്ടായിരിക്കും. ആ തിരഞ്ഞെടുപ്പിനെ നാം അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവിക പദ്ധതി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. യോശുവയുടെ നിരന്തര പ്രാർത്ഥനയും വിശ്വാസവും വിശ്വസ്തയോടു കൂടിയ ജീവിതവും കൊണ്ടാകാം ഈ തിരഞ്ഞെടുപ്പിനെ തിരിച്ചറിയുവാനും അത് ദൈവത്തിൻ്റെ വലിയ നിയോഗമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത്. രണ്ടാമതായി, വാഗ്ദത്തം നൽകുന്ന ദൈവം. മോശയിലൂടെ ആരംഭിച്ചതായ വിമോചന പ്രക്രിയയുടെ തുടർച്ചയും പകർച്ചയും ആയ വ്യക്തി കൂടിയാണ് യോശുവ. ഇവിടെ തിരഞ്ഞെടുത്ത യോശുവയ്ക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ ഒരുക്കി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കൾക്കും നൽകിയ വാഗ്ദത്തം പൂർത്തിയാക്കുന്ന ഒരു ദൈവം. താൻ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി ഒരുക്കുന്ന ഒരു ദൈവം. ആ ദൈവിക തിരഞ്ഞെടുപ്പിനായി നമുക്കും കാതോർക്കാം. ആ നിയോഗ പൂർത്തീകരണത്തിനായി നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തതുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കി നിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ ഞങ്ങളെ പറ്റിയുള്ള വലിയ ദൈവിക നിയോഗം പൂർത്തിയാക്കുവാനുള്ള കൃപയെ ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.